ഹേ സിനിഫൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു 3 സിനിമയുടെ റിവ്യൂ ആണ്. അപ്പോൾ ഈ 3 ചിത്രവും ഞാൻ OTT-യിലാണ് കണ്ടത്. ഞാൻ ഫസ്റ്റ് വിചാരിച്ചു 3 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എളുപ്പത്തിന് സിംഗിൾ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് തന്നെ ഞാൻ പറഞ്ഞു തീർക്കാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ആദ്യത്തെ ചിത്രം നമ്മുടെ സൂര്യയുടെ കറുപ്പ് എന്ന ചിത്രമാണ്. അപ്പോൾ തിയേറ്ററിൽ കുറേ നാൾക്ക് ശേഷം നമ്മുടെ സൂര്യ ചിത്രം വിജയിച്ചത് നമ്മുടെ കറുപ്പാണ്. ഏതാണ്ട് 325 കോടി 325 കോടിക്ക് അടുത്ത ചിത്രം നേടിയിട്ടുണ്ട്. അപ്പോൾ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. നമ്മുടെ ഇന്ദ്രൻസ്, എസ്പെഷ്യലി ഇന്ദ്രൻസും പിന്നെ വേറൊരു പെൺകൊച്ചിൻ്റെ നമ്മുടെ മലയാളത്തിലുള്ളതൊക്കെയാണ് നമ്മുടെ ജിംഖാനയുടെ കൊള്ള. എനിക്ക് തോന്നുന്നു പേരും കൃത്യമായില്ല, അനഘ എന്നോ അങ്ങനെയാണ് പേര്, കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾക്ക് എന്തായാലും കറുപ്പ് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അവർ രണ്ടുപേരും അഭിനയം നല്ല കിടിലായിരുന്നു. സൂര്യയുടെ അഭിനയം കിടിലം തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ഇന്ദ്രൻസ് ഈ ഇടക്ക് എന്തായാലും അദ്ദേഹം വൻ പരിപാടികളൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ അനന്തം കാളിൽ പോസിറ്റീവൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിത്രത്തിലും അഭിനയം കിടുവാണ്. ഫസ്റ്റ് ഹാഫ് സൂര്യനെ നമ്മുടെ കൊണ്ടുപോയിരിക്കണം നമ്മുടെ ഇന്ദ്രൻ ചേട്ടനാണ്. പുള്ളിക്കാരൻ കൊണ്ടുപോയി വെച്ച ഒരു രീതിയും ആ സംഭവങ്ങളൊക്കെ കൊള്ളായിരുന്നു. സെക്കൻഡ് ഹാഫ് വേറെ രീതിയിലാണ് പോണത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. ഒരു കോൺസെപ്റ്റൊക്കെ അറിയാം. ഞാനിപ്പോൾ സ്പോയിലറായിട്ട് പറയണം, വേണ്ട, നിങ്ങളെന്തായാലും കാണുക. സൂര്യ അറിയാലോ, ഒരു പവറുള്ള ഒരാളായിട്ടാണ് വരുന്നത്. കറുപ്പ് സാമ്യമായിട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. വേറെ കാര്യങ്ങളൊന്നും ഞാൻ സ്പോയിലറായിട്ട് പറയുന്നില്ല. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. ഞാൻ ഇഷ്ടപ്പെടുമെന്ന് വിചാരിച്ചാണ്. എനിക്ക് നമ്മുടെ അറിയാലോ, ഒരു ഷോർട്സൊക്കെ നമ്മുടെ റീൽസൊക്കെ കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ കണ്ടതാണ്. ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. ഒരു കൊമേഴ്ഷ്യൽ പടത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോൾ സിനിമ കുറച്ച് ഓവറായി. കുറച്ച് സ്കൂഫ് പരിപാടികളൊക്കെ കയറി വന്നു. പിന്നെ RJ ബാലാജിനെ പറ്റി പറയാൻ വിട്ടുപോയി. സംവിധായകൻ നല്ല കിടിലായിട്ടുണ്ട്. ഞാനൊരു ബോറായിരിക്കുമെന്ന് വിചാരിച്ച, പക്ഷേ സംവിധായകൻ കിടിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കട്ടക്ക് നിന്നിട്ടുണ്ട്. RJ ബാലാജി കൊള്ളായിരുന്നു. ഒരു വക്കീൽ വേഷമാണ്. പിന്നെ സിനിമയെ മൊത്തം പറയുകയാണെങ്കിൽ എവിടെ നടക്കാത്തൊരു കാര്യമാണ് സിനിമ പറഞ്ഞു വെക്കുന്നത്. അത് തന്നെ ഒരു മെയിൻ വിഷയമാണ്. ഒന്നാമത് വേറെ യൂണിവേഴ്സിറ്റി അല്ല, തമിഴ്നാട്ടിലൊക്കെയാണ് നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് പറയണത്. സോ കറുപ്പ് സ്വാമി അങ്ങനെയൊക്കെ പറഞ്ഞ് വേറെ രീതിയിൽ ഒരു ഒരു അമാനുഷിക അങ്ങനെയൊക്കെ ഉള്ള രീതിയിലേക്കാണ് വന്നിരിക്കണം. നമുക്ക് ഒട്ടും തന്നെ ലോജിക്കൊന്നും നോക്കിയത് വേണ്ട. ഒരു തരി ലോജിക്ക് എവിടെയില്ല. ഒരു കോടതിയിൽ നടക്കുന്ന കുറേ സംഭവങ്ങളൊക്കെയാണ്. എല്ലാവരും വക്കീൽമാരൊക്കെയാണ്, എല്ലാവർക്കും അറിയാലോ. നമ്മുടെ സൂര്യയൊക്കെ വക്കീൽ വേഷത്തിലാണ് വരുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും കണ്ടവർക്കും സംഭവങ്ങളൊക്കെ പിടികിട്ടിയിട്ടുണ്ടാവും. സെക്കൻഡ് ഹാഫ് ഭയങ്കര ബോറായിരുന്നു. അതായത് ബോർ എടുപ്പിച്ചു എന്നല്ല, കണ്ടിരിക്കാം. സിനിമ ഒരു വൺ ടൈം വാച്ചപ്പോൾ ബോറൊന്നും അടിക്കില്ല. ഞാൻ ആ ബോറിനെ പറ്റിയല്ല പറഞ്ഞത്. ഭയങ്കര ഓവറായിപ്പോയി. ഓവർ എന്നൊക്കെ വെച്ചാൽ ചുമ്മാ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുക. നമുക്ക് ഒട്ടും തന്നെ ഒരു ലോജിക്കില്ല എന്ന് പറയണതിൽ പോലും എന്തെങ്കിലുമൊക്കെ ലോജിക്ക് വേണ്ടേ. ഇപ്പോൾ ഒരാളിങ്ങനെ ചാടി ഒരു എയറിലൊക്കെ ഒരു 2-3 സെക്കൻഡ്സ് നിന്ന് അടിക്കലൊന്നും നടക്കുന്ന പരിപാടിയല്ല. എങ്കിലും അതിനപ്പുറം കുറേയൊക്കെ കാണിക്കാന്നൊക്കെ വെച്ചാൽ കുറച്ച് പണിയാണല്ലോ. അപ്പോൾ കുറച്ച് കാന്താര, കുറച്ച് സ്ട്രേഞ്ചർ തിങ്സ്, കുറച്ച് അവിടെയുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ബബ്ബയിലെ കാണിച്ച പോലെ കുറച്ച് സ്കൂപ്പ്, അതായത് പഴയ പടങ്ങളിലൊക്കെ സൂര്യയുടെ ഒക്കെ കുറേ പടങ്ങളിലെ കുറേ റെഫറൻസ്, വിജയ്, ലിയോ സംഭവങ്ങളൊക്കെ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ചില റെഫറൻസൊക്കെ കൊള്ളാം, ബാക്കിയൊന്നും വലിയ രസമില്ല. ദൃശ്യം ഒരു ആവറേജ്, ചുമ്മാ വെറുതെ വലിയ ആവശ്യമില്ലാത്തൊരു കഥാപാത്രം, ഒരു ഹൈപ്പിനൊക്കെ വേണ്ടി ഇങ്ങനെ കുറച്ച് ഡയലോഗൊക്കെ പറയാൻ വേണ്ടി. പിന്നെ ബാക്കി കൂടെ RJ ബാലാജിയൊക്കെ നൈസ് തന്നെയായിരുന്നു. അപ്പോൾ ചിത്രം എനിക്കൊരു ആവറേജ് ആയിട്ട് തോന്നിയത്. എന്തായാലും നിങ്ങൾ കാണാത്തവരാണ് എന്തായാലും പോയി കാണാം. വളരെ ഒരു ആവറേജ്, ഒരു കൊമേഴ്ഷ്യൽ പരിപാടി മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത ചിത്രമാണ് ഒരു തമിഴ് ചിത്രം തന്നെയാണ്, നമ്മുടെ അർജുൻ്റെ ബ്ലാസ്റ്റ്. അപ്പോൾ ചിത്രത്തെ പറ്റി പറയുകയാണെങ്കിൽ നൈസ് തന്നെയായിരുന്നു ചിത്രം. എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ ഇത്തിരി കൂടെ എഫക്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നി. OTT-യിൽ എനിക്ക് കുറച്ച് എഫക്റ്റ് മിസ്സായി പോകുന്നുണ്ട്. കാരണം ഓഡിയൻസ് കൂടെ കൈയടിക്കുമ്പോൾ നമുക്കൊരു പവർ, ആ സീൻ്റെ BGM പ്ലസ് ഫൈറ്റ് സീൻ പ്ലസ് ഓഡിയൻസിൻ്റെ ഒരു ക്ലാപ്പും കൂടെ കിട്ടുമ്പോൾ വൻ പരിപാടി തന്നെ ആയിരിക്കും. അത് എനിക്ക് OTT-യിൽ മിസ്സായി പോയെന്ന്. കാരണം നമ്മുടെ ഒരു RDS ഒക്കെ കണ്ടൊരു ഫീൽ തന്നെയാണ് ഈ സിനിമയും കിട്ടുക. RDSൻ്റെ അത്ര വന്നിട്ടില്ല, മേ ബി ഞാൻ തിയേറ്ററിൽ കണ്ടുകൊണ്ടാവാം. സിമിലർ ടു RDS എന്ന് വേണമെങ്കിൽ പറയാം. സിമിലർ ടു RDS കമ്പയർ ചെയ്യല്ല, ഇറ്റ് വാസ് അതുപോലെ തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ ആക്ഷൻ കിങ് അർജുനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളിക്കാരൻ കിടിലൻ തന്നെയാണ്. ഞാൻ അങ്ങനെ നമ്മുടെ മലയാളത്തിലൊക്കെ വന്നിട്ടുണ്ട് പുള്ളിക്കാരൻ. ഒരു ഫുൾ ക്യാരക്ടറായിട്ട് ഞാൻ കണ്ട സിനിമ ഇതാണ് ആദ്യം. വേറെ അർജുൻ ചിത്രങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ സിനിമയെ പറ്റി നല്ലൊരു ചിത്രം, അതായത് നല്ലൊരു ആക്ഷൻ എൻ്റർടൈൻമെൻറ്റ്, അങ്ങനെയാണ് നമുക്ക് ഒറ്റയടിക്ക് വേണമെങ്കിൽ പറയാം. പ്രീതി മുകുന്ദനായ പോലും, പിന്നെ അഭിരാമി ആണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് നടിയുടെ പേര് അഭിരാമി തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. പുള്ളിക്കാരത്തിന് നൈസ് തന്നെയായിരുന്നു. അവരെ അച്ഛൻ, അമ്മ, മകൾ എന്നീ ബന്ധങ്ങളൊക്കെയാണ്. പിന്നെ ഒരു ചിറ്റപ്പനും കൂടിയുണ്ട്. ആ സംഭവങ്ങളൊക്കെ നൈസ് തന്നെയായിരുന്നു. സിനിമയിൽ കുറേ രസകരമായിട്ടുള്ള മൊമെൻ്റ് ഉണ്ട്. അതായത് ഫൈറ്റ് സീൻ,
ഒരു ആക്ഷൻ പാക്ഡ് അതിനു വേണ്ടി കൊണ്ടുവന്ന ഒരു കഥ, അത് ഭയങ്കരമായിട്ട് സിങ്കായിട്ടുണ്ട്. അവർ ആ കഥ കൊണ്ടുവന്ന രീതി ഇവരിലേക്ക്, എന്തായാലും ഫാമിലിയിലേക്ക് ഒരു പ്രശ്നം വരണമല്ലോ, അതൊക്കെ നൈസ് തന്നെയാണ്. പിന്നെ ചിത്രം എനിക്ക് മറ്റൊരു നമ്മുടെ ഒരു കാർട്ടൂൺ ഓർമ്മപ്പെടുത്തി, നമ്മുടെ ജാക്കി ജാൻ. അതിൻ്റെ കുറച്ച് റെഫറൻസ് ഒക്കെ അവിടെ കാണിക്കുന്നുണ്ട്. ഒരു കരാട്ട ബേസ്ഡ്, അവർ രണ്ടുപേരൊക്കെ ഒരു കരാട്ട മാസ്റ്റേഴ്സിൻ്റെ ഒക്കെയാണ്. നമ്മുടെ പ്രീതി മുകുന്ദനും നമ്മുടെ ആഷിൻ അർജുനൊക്കെ ഒരു കരാട്ട മാസ്റ്റേഴ്സാണ്. അപ്പം ആ സീനൊക്കെ നൈസായിരുന്നു. ജാക്കി ജാൻ്റെ ഒരു റെഫറൻസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നെ പ്രതിമുഖൻ്റെ കുറേ സ്ലൈഡിങ് ഷോട്ട്സ് ഒക്കെ ഭയങ്കര നൈസ് തന്നെയായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ എല്ലാം നൈസ് തന്നെയായിരുന്നു. നമ്മുടെ കാട്ടാണിൽ ഇതുപോലത്തെ ഒരു ഫൈറ്റ് സീനൊക്കെ ആയിരുന്നു വേണ്ടത്. ആ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ നൈസായിട്ട് തന്നെ വർക്കായിട്ടുണ്ട്. ചിത്രം ഒരു ബോറടിയില്ല. എനിക്ക് തോന്നുന്നു 2-2.5 മണിക്കൂർ അടുത്തുണ്ടെന്ന് തോന്നുന്നു, ഞാൻ ഡ്യൂറേഷൻ നോക്കിയില്ല. ചിത്രം ഭയങ്കര എൻഗേജിങ് ആണ്, ഒരുതരം ബോറടിയില്ല. നമുക്ക് അത്യാവശ്യം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു തരം കഥയൊക്കെയാണ്. അപ്പം എനിക്ക് ഇതൊക്കെ അത്ര ഭയങ്കര അടിപൊളി എന്നൊന്നും പറയാനില്ല. മേ ബി ഞാൻ പറഞ്ഞ പോലെ ആ തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കാം. കാരണം ഞാൻ തിയേറ്ററിൽ ഭയങ്കര ഇങ്ങനെ റെസ്പോൺസൊക്കെ നന്നായിട്ട് കേട്ടു. അപ്പം ചിത്രം നൈസ് തന്നെയായിരുന്നു. ഒരു എബോറേജ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഗുഡ് എക്സലൻറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും കാണാത്തവരെന്തായാലും ഈ ചിത്രം എന്തായാലും പോയി കാണാൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ എന്തായാലും ചാൻസ് ഉണ്ട്. ഇനി അടുത്ത് നമുക്കൊരു മലയാള ചിത്രത്തെ പറ്റി സംസാരിക്കാം. ഈ അടുത്ത് OTTയിൽ റിലീസ് ചെയ്തതാണ്, ഞാൻ എൻ്റെ ചാനലിൽ കൂടെ പറഞ്ഞാണ്, ഗു. അപ്പോൾ ഗുളികൻ്റെ ഗു ആണ് ആ ഗു ചിത്രം. എനിക്ക് തോന്നുന്നു കുറേ നാളെ OTTയിൽ ഇങ്ങനെ സ്പെൻഡിങ് ആയിട്ട് കിടന്നൊരു ചിത്രമാണ്. നമ്മുടെ 2024 ഇറങ്ങിയ ഒരു ചിത്രമാണ്. നമ്മുടെ സൈജു കുറുപ്പ്, ദേവനന്ദ, അതായത് മാളികപ്പുറത്തിലെ ആ ഒരു 2 കോമ്പാണ് വീണ്ടും ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. ചിത്രം ഒരു ഗുളികൻ്റെ ഒരു കഥ, ഗുളികൻ്റെ ഒരു പ്രേത പരിപാടി, ഗുളികൻ അങ്ങനെയൊക്കെ ഒരു കണക്ഷനിലൊക്കെ പറയണത്. ഗുളികനെ പറ്റി ഞാൻ കേട്ടത് നമ്മുടെ കാന്താര സിനിമയിലാണ്. കാന്താരയിലൊക്കെ നല്ല കിടിലമായിട്ട്, ഇപ്പോൾ കാന്താര 2-ലൊക്കെ ഗുളികനെ പറ്റി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. അതായത് ഒരു രൂപമില്ലാത്ത ഒരു ക്രിയേച്ചറിന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മുടെ കാന്താര 2-ലൊക്കെ നമ്മുടെ ഋഷഭ് ഷെട്ടിയുടെ മേത്ത് കാരണ ഒരു കഥാപാത്രമാണല്ലോ ഗുളിക. അപ്പം അതൊരു ഡിവോഷണൽ സ്പിരിച്വൽ സംഭവമൊക്കെയാണ്. അത് കാന്താരയിൽ നല്ലോണം വർക്കായിട്ടുണ്ട്. ഗുവിലേക്ക് വരുമ്പോൾ ഗുളികൻ അത്യാവശ്യം നല്ലോണം ഒരു തീഗോളമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ തന്നെയാണ് ഇവിടെ. അതായത് കാണിക്കുന്നില്ല, അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിന് ഒരു സ്ട്രക്ചറോ അങ്ങനെയൊന്നുമില്ല. എന്താ പറയുക, രൂപമില്ലാത്ത ഒരു ദൈവം എന്നുള്ള രീതിയിലൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഗുളികൻ്റെ കഥ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു പ്രേതം സംഭവങ്ങളൊക്കെ ആയിട്ട് മിസ് ചെയ്തിട്ട് പേടിപ്പിക്കുമെന്ന് ചോദിച്ചാൽ അത്ര പേടിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല, എങ്കിലും സ്കേറി മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ട്. എനിക്കൊട്ടും അങ്ങനെ സ്കേറി മൊമെൻ്റ് ആയിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഞാൻ TV-യിലാണ് കണ്ടത്, ഹെഡ്ഫോൺ വെച്ചൊന്നുമല്ല. പിന്നെ സൈജു കുറുപ്പ്, ദേവനന്ദ രണ്ടുപേരും കിടലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അഭിനയ സംഭവങ്ങളൊക്കെ എല്ലാവരും, എനിക്ക് തോന്നുന്നു 5 പിള്ളേരുണ്ട് സിനിമയിൽ, അതിൽ കൂടുതലുണ്ട്. മെയിനായിട്ടൊരു 5 പിള്ളേർ, അവരിങ്ങനെ വെക്കേഷനിൽ 5 പിള്ളേർ വെക്കേഷൻ പറഞ്ഞല്ല, നമ്മുടെ സൈജു കുറുപ്പൊക്കെ ഇങ്ങനെ അവരെ തറവാട്ടിലേക്ക് വരുന്നു. പിന്നെ അവിടുത്തെ കുറച്ച് പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ടാണ്. വലിയ ബോറടിയൊന്നും ഉണ്ടായിരുന്നില്ല, കുഴപ്പമില്ല. ചുമ്മാ കണ്ടിരിക്കാം, ഒരു 1 ടൈം വാച്ച് ആയിട്ടുള്ള വെറുതെ ഒരു ത്രില്ലറിനല്ല ഇങ്ങനത്തെ ഒരു ജോണറിലുള്ള ചെറിയൊരു പടം. നമ്മുടെ മണിയമ്പിള്ള രാജുവാണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്, അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു ആവറേജ് ചിത്രം അത്ര എനിക്ക് തോന്നിയിട്ടുള്ളൂ. അങ്ങനെ വലിയ സംഭവങ്ങളൊന്നുമില്ല. കുറച്ച് നമ്മുടെ ഇതിനു മുന്നേ കണ്ട പോലെ ഇതുപോലത്തെ സ്പിരിച്വൽ സംഭവങ്ങളിലൊക്കെ ഉള്ളൊരു സംഭവം തന്നെയാണ് പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. അപ്പോൾ അത് നല്ല ഭംഗിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ആ ഒരു VFX പരിപാടിയൊക്കെ തന്നെയാണെങ്കിൽ പോലും ആ ഗ്രാമീണ പശ്ചാത്തലം, പിന്നെ കഥ പറച്ചിൽ രീതിയൊക്കെ നൈസാണ്. നമ്മുടെ സൈജു കുറുപ്പ് ഒരു ഇതിൽ വിശ്വാസമല്ലാത്ത ഒരാളാണ്, അതായത് ദൈവിക വിശ്വാസമില്ലാത്ത ഒരാളായിട്ടാണ് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഒരു ഓവറോൾ കുഴപ്പമില്ലാത്ത ചിത്രം. അപ്പോൾ ഇത്ര 3 ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഒട്ടും സമയമില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ബ്ലാസ്റ്റ് എന്ന ചിത്രം എന്തായാലും കണ്ടിരിക്കുക. അതാണ് എൻ്റെ ഒരു സജഷനിൽ ഞാൻ വരുന്നത്. പിന്നെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എല്ലാ പടം പോയി കാണാം. അതായത് OTTയിലെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഏതൊക്കെ പ്ലാറ്റ്ഫോമിലാണെന്നുള്ളത് നിങ്ങൾക്ക് എൻ്റെ ചാനലൊക്കെ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും നമുക്കൊരു അടുത്തൊരു റിവ്യൂ ആയിട്ട് കാണാം.